എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 3-ാമത്തെ യൂണിറ്റിൻ്റെ പേര് പ്യാർ ബഡായിയെ എന്നാണ്. എന്താണ്? പ്യാർ ബഡായിയെ എന്നാണ്. പ്യാർ ബഡായിയെ എന്ന് പറഞ്ഞാൽ സ്നേഹം വർദ്ധിപ്പിക്കാം എന്നാണ് അർത്ഥം. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ബഡായിയെ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കാം. ഇവിടെ നൽകിയിട്ടുള്ള 2 വരി കവിത നോക്കൂ. യഹി ഹേ ഇബാദത്ത്, ഇത് തന്നെയാണ് ആരാധന. യഹി ദീൻ വ ഈമാൻ, ഇത് തന്നെയാണ് ദീനും ഈമാനും. അപ്പോൾ ഇവിടെ പറയുകയാണ് സ്നേഹം തന്നെയാണ് ആരാധനയും ദീനും ഈമാനും എന്ന്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. കി കാം ആയി ദുനിയാമെ ഇൻസാൻ കെ ഇൻസാൻ, അത് കാരണം മനുഷ്യർക്ക് ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുണ്ടാക്കുന്നു. അപ്പോൾ എന്ത് കാരണമാണ് മനുഷ്യർക്ക് ഉപകാരമുണ്ടാക്കുന്നത്? സ്നേഹം കാരണമാണ് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1-ാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. നമ്മുടെ 1-ാമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് ഹം ബി സാത്ത് ഹേ, നമ്മളും കൂടെയുണ്ട്. ഹം ബി സാത്ത് ഹേ, നമ്മളും കൂടെയുണ്ട്. ഹം ബി എന്ന് പറഞ്ഞാൽ നമ്മളും, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗം വായിച്ചാലോ. നിഹാൽ 7വീം ജമാഅത്ത് കാ തോലിബെ ഇൽമ ഹേ, നിഹാൽ 7-ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. 7വീം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 7-ാം ക്ലാസ്, തോലിബെ ഇൽമ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. ബസ്മെ അദബ് മേ കഹാനി സുനാനെ കി ജിമ്മദാരി നിഹാൽ പർ ഹേ, അപ്പോൾ കഥ പറയാനുള്ള ജിമ്മദാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം. അപ്പോൾ കഥ പറയാനുള്ള ഉത്തരവാദിത്തം നിഹാലിനാണുള്ളത്. റിസാലോം കോ ഢൂണ്ഡത്തെ വക്ത് ഉസെ ഏക് കഹാനി മിലി വോ പഠ്നെ ലഗ, അപ്പോൾ മാസികയിൽ തിരഞ്ഞപ്പോൾ അവൻക്ക് ഒരു കഹാനി ലഭിച്ചു. അങ്ങനെ അത് അവന് വായിക്കാൻ തുടങ്ങി. റിസാലോം എന്ന് പറഞ്ഞാൽ മാസിക, ഢൂണ്ഡ്ന എന്ന് പറഞ്ഞാൽ തിരയുക എന്നാണ് അർത്ഥം, കഹാനി എന്ന് പറഞ്ഞാൽ കഥ. അപ്പോൾ ആ ഒരു കഥ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ചുട്ടി കാ ദിൻ ഥാ, അവധിയുടെ ദിവസമായിരുന്നു. ചുട്ടി എന്ന് പറഞ്ഞാൽ അവധിയാണ്. സിനാൻ അപ്പനെ ദോസ്തോ കെ സാത്ത്, സിനാന് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം, ദോസ്തോം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. സടക്ക് കെ കിനാരെ മൈതാൻ മേ ഖേൽ രഹാ ഥാ, റോഡിൻ്റെ അരികിലുള്ള മൈതാനത്തിൽ കളിക്കുകയായിരുന്നു. സടക് എന്ന് പറഞ്ഞാൽ റോഡ്, കിനാരെ എന്ന് പറഞ്ഞാൽ അരികിൽ, ഖേൽ രഹാ ഥാ എന്ന് പറഞ്ഞാൽ കളിക്കുകയായിരുന്നു. അച്ചാനക് പെട്ടെന്ന്, ഉസ്നെ ദേക്ക അവൻ കണ്ടു, ദേക്ക എന്ന് പറഞ്ഞാൽ കണ്ടു, കെ എന്തെന്നാൽ രുക്മിണി ടീച്ചർ ജാ രഹി ഹേ, രുക്മിണി ടീച്ചർ അതിലൂടെ പോകുന്നുണ്ട്. ടീച്ചർ സിനാൻ ദൗടത്തെ ഹുയെ ഉൻകെ പാസ് ഗയ, സിനാന് ഓടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ഗയ എന്ന് പറഞ്ഞാൽ പോയി, ദൗഡ്ന എന്ന് പറഞ്ഞാൽ ഓടുക. തുമാരാ ഘർ യഹി ഹേ സിനാൻ, നിന്റെ വീട് ഇവിടെയാണോ സിനാൻ? തുമാര എന്ന് പറഞ്ഞാൽ നിന്റെ, ഘർ എന്ന് പറഞ്ഞാൽ വീട്, യഹി ഹേ എന്ന് ചോദിച്ചാൽ ഇവിടെയാണോ എന്നാണ് അർത്ഥമാക്കുന്നത്. ടീച്ചറിനെ മുസ്കുരാത്തെ ഹുയെ പൂജ, ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മുസ്കുരാത്തെ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹാ ടീച്ചർ, അതേ ടീച്ചർ, മേരാ ഘർ ഖേത് കെ ഉസ് പാർ ഹേ, എൻ്റെ വീട് വയലിൻ്റെ അപ്പുറത്താണ്. ഖേത് എന്ന് പറഞ്ഞാൽ വയൽ, പാർ എന്ന് പറഞ്ഞാൽ അപ്പുറം. ആപ് കഹാ ജാ രഹി ഹേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കഹാ എന്ന് പറഞ്ഞാൽ എവിടെ. മേ രാഹുൽ കെ ഘർ ജാ രഹി ഹൂം, ഞാൻ രാഹുലിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വോ ഹമാരി ഹി സ്കൂൾ മേ പഠിത്താ ഹേ, അവന് നമ്മളുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ലേക്കിൻ പക്ഷേ, തുമാരി തരഹ് നിന്റെ പോലെ, സ്കൂൾ നഹി ആ സക്ത, സ്കൂളിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇസ്ലിയെ മേ കബി കബി ഉസ്കെ ഘർ ജാക്കർ പഠാത്തി ഹൂം, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് പഠിപ്പിക്കാറുണ്ട്. കബി കബി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ. ആപ്കെ സാത്ത് മേ ബി ചലും, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട്. മേ ബി ചലും, ഞാനും വരുന്നുണ്ട്. സിനാൻ ഭി ടീച്ചർ കെ സാത്ത് രാഹുൽ കെ ഘർ ഗയ, സിനാനും ടീച്ചറിൻ്റെ കൂടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. സിനാൻ ഭി, സിനാനും ടീച്ചർ കെ സാത്ത്, ടീച്ചറിൻ്റെ കൂടെ, രാഹുൽ കെ ഘർ ഗയ, രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. ഉസ്കെ ബാദ്, അതിനുശേഷം, ഹർ റോസ് എല്ലാ ദിവസവും, ഷാം കോ വൈകുന്നേരം, സിനാൻ രാഹുൽ കെ ഘർ ജാത്ത, സിനാന് രാഹുലിൻ്റെ വീട്ടിൽ പോയി.
और स्कूल की बातें बताया करता. എന്നിട്ട് സ്കൂളിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ബാത്തേം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, ബത്തായ കർത്ത പറഞ്ഞു കൊടുത്തു. സ്കൂൾ മേ കലോത്സവ് കാ ദിൻ ആയ. സ്കൂളിൽ കലോത്സവത്തിൻ്റെ ദിവസം വന്നു. സ്കൂൾ സജാ ഹുവാ ഥാ. സ്കൂൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബച്ചോं के मुख्तलिफ प्रोग्राम चल रहे थे. കുട്ടികളുടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം എന്നാണ് അർത്ഥം. ചൽ രഹേ ഥേ നടക്കുന്നുണ്ടായിരുന്നു. സിനാൻ സ്റ്റേജ് കെ സാമനെ ബൈഠ് കർ പ്രോഗ്രാം ദേഖ് രഹാ ഥാ. സിനാൻ സ്റ്റേജിൻ്റെ അടുത്തിരുന്ന് കൊണ്ട് പ്രോഗ്രാം എല്ലാം കാണുകയായിരുന്നു. സാമനെ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് അർത്ഥം. വോ സോച്ചനെ ലഗ. അവൻ ചിന്തിക്കാൻ തുടങ്ങി. സോച്ചനെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. കാശ് രാഹുൽ ബി മേരെ സാത്ത് ഹോത്ത. രാഹുലും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. രാഹുലും മേരെ സാത്ത് ഹോത്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏക് ദിൻ ഒരു ദിവസം സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ ഗയ. സിനാൻ വൈകുന്നേരം രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. ഷാം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം. ഉസ്നെ ദേഖ കെ രാഹുൽ ഉദാസ് ബൈഠാ ഹേ. അവൻ കണ്ടു. എന്തെന്ന് വെച്ചാൽ രാഹുൽ വളരെ സങ്കടത്തോടു കൂടെയാണ് ഇരിക്കുന്നത്. ഉസ്നെ ദേഖ അവൻ കണ്ടു. കെ എന്തെന്നാൽ രാഹുൽ ഉദാസ് ബൈഠാ ഹേ. രാഹുൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം. ക്യാ ബാത് ഹേ രാഹുൽ. എന്താണ് പറ്റിയത് രാഹുൽ? ആജ് ഇത്തനെ ഉദാസ് ക്യൂ ഹൂം. ഇന്ന് ഇത്രയും അധികം സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ക്യാ കഹൂ യാർ. എന്ത് പറയാനാ? आज मेरा തെറാപ്പി കാ ദിൻ ഹേ और അമ്മി കെ പാസ് പൈസേ നഹി ഹേ ക്യാ കരൂ. ഇന്ന് എൻ്റെ തെറാപ്പിയുടെ ദിവസമാണ്. ആജ് മേരാ തെറാപ്പി കാ ദിൻ ഹേ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. മേര എൻ്റെ. തെറാപ്പി കാ ദിൻ ഹേ തെറാപ്പിയുടെ ദിവസമാണ്. और ഉമ്മി കെ പാസ് പൈസേ നഹി ഹേ. അതുപോലെ ഉമ്മിയുടെ അടുത്ത് പൈസയില്ല. ഉമ്മി എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ. ക്യാ കറൂ ഞാൻ എന്താണ് ചെയ്യുക? തും പരേഷാൻ മത് ഹോ രാഹുൽ. നീ വിഷമിക്കേണ്ട രാഹുൽ. പരേഷാൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. കോയി രാസ്ത ജറൂർ നിക്ലേങ്ക. എന്തെങ്കിലും ഒരു വഴി തീർച്ചയായും ഉണ്ടാകും. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. ജറൂർ തീർച്ചയായും. നിക്ലേങ്ക ഉണ്ടാകും. സിനാനെ തസല്ലി ദി. സിനാനെ ആശ്വസിപ്പിച്ചു. അഗലേ ദിൻ അടുത്ത ദിവസം സിനാൻ ക്ലാസ് മേ മായൂസ് ബൈഠാ ഥാ. സിനാന് ഒന്നും മിണ്ടാതെ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. മായൂസ് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ. ക്യാ ഹുവ സിനാൻ. എന്തു പറ്റി സിനാൻ? തും ഇത്തനെ ഉദാസ് ക്യൂ ഹോം. നീ ഇത്രയ്ക്കധികം സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രുക്മിണി ടീച്ചറിനെ പൂച്ച. രുക്മിണി ടീച്ചർ ചോദിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ഉസ്നെ സാരി ബാത്തേം ടീച്ചർക്കോ ബത്തായ. അവൻ എല്ലാ കാര്യങ്ങളും ടീച്ചറോട് പറഞ്ഞു. ഫിക്ർ മത് കറോ സിനാൻ. നീ വിഷമിക്കേണ്ട സിനാൻ. ഫിക്ർ മത് കറോ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. കോയി ഹെൽ ജറൂർ നിക്കൽ ആയേങ്ക. എന്തെങ്കിലും ഒരു വഴി തീർച്ചയായും ഉണ്ടാകും. ഹെൽ എന്ന് പറഞ്ഞാൽ മാർഗം അല്ലെങ്കിൽ വഴി എന്നൊക്കെയാണ് അർത്ഥം. അഗലേ ദിൻ അടുത്ത ദിവസം ക്ലാസ് കെ തമാം ബച്ചെ. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ടീച്ചർ കെ സാത്ത് രാഹുൽ കെ ഘർ പഹുഞ്ചെ. ടീച്ചറിൻ്റെ കൂടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. പഹുഞ്ചെ എന്ന് പറഞ്ഞാൽ എത്തി എന്നൊക്കെയാണ് അർത്ഥം. ബച്ചോं को देखकर രാഹുൽ കാ ചെഹ്റ ഖിൽ ഉഡാ. കുട്ടികളെ എല്ലാവരെയും കണ്ടപ്പോൾ രാഹുലിൻ്റെ മുഖം വിടർന്നു. ഖിൽ ഉഡ എന്ന് പറഞ്ഞാൽ വിടർന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പാഠഭാഗം. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കഹാനി ഹം ഭി സാത്ത് ഹേ ഓർ സെ പഠിയേ ഓർ സവാലോं के जवाब लिखिए. കഥ ഹം ഭി സാത്ത് ഹേ എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കൂ. ഓർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അർത്ഥം. അപ്പോൾ ഓർ സെ പഠിയേ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കൂ. ഓർ സവാലോं के जवाब लिखिए എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. സവാലോം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. ചോദ്യം എന്നാണ് അർത്ഥം. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നാണ് അർത്ഥം. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. രാഹുൽ സ്കൂൾ ക്യൂ നഹി ജാ സക്താ ഹേ. രാഹുലിന് എന്തുകൊണ്ടാണ് സ്കൂളിൽ വരാൻ സാധിക്കാത്തത്? ഉത്തരം നോക്കാം. രാഹുൽ തരഹ് തരഹ് മുഷ്കിലാത്ത് സാമന പഡ്താ ഹേ. രാഹുൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇസ്ലിയെ ഉनको സ്കൂൾ മേ നഹി ജാ സക്താ ഹേ. അതുകൊണ്ട് തന്നെ അവനക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിലുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രാഹുൽ ഏക് ദിൻ ക്യൂ ഉദാസ് ബൈഠാ ഥാ. രാഹുൽ ഒരു ദിവസം എന്തുകൊണ്ടാണ് വിഷമത്തോടെ ഇരുന്നത്?
അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം രാഹുൽ സങ്കടത്തോടെ ഇരുന്നത്? ഉസ്കെ പാസ് തെറാപ്പി കെ ലിയെ പൈസേ നഹീ ഥേ. അവൻ്റെ അടുത്ത് തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ സങ്കടത്തോടുകൂടെ ഇരുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കഹാനി ഓർസെ പഠിയേ. കഥ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കൂ. ഓർ ഇസ്കെ കിർദാറോം കെ മുക്കാൽമേ ചൂൻകർ ലിഖിയേ. എന്നിട്ട് കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡയലോഗുകൾ തിരഞ്ഞെടുക്കൂ. മുക്കാൽമ എന്ന് പറഞ്ഞാൽ ഡയലോഗാണ്. അപ്പോൾ ഒന്നാമത് നൽകിയിട്ടുള്ള കഥാപാത്രം രുക്മിണിയാണ്. എന്താണ് രുക്മിണി പറയുന്നത്? മേ രാഹുൽ കെ ഘർ ജാ രഹി ഹോ. ഞാൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വോ ഹമാരി ഹി സ്കൂൾ മേ പഠിത്താ ഹേ. അവൻ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ലേക്കിൻ പക്ഷേ തുമാരി തരഹ്, നിന്റെ പോലെ സ്കൂൾ നഹി ആ സക്ത. സ്കൂളിലേക്ക് അവൻക്ക് വരാൻ സാധിക്കുകയില്ല. ഇനി അടുത്തത് സിനാനാണ്. സിനാൻ്റെ ഡയലോഗ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം. തും പരേഷാൻ മത് ഹോ രാഹുൽ. നീ വിഷമിക്കേണ്ട രാഹുൽ. കോയി രാസ്ത ലറൂർ നിക്ലേങ്ക. എന്തെങ്കിലും ഒരു വഴി തീർച്ചയായും ഉണ്ടാകും. ഇനി അടുത്തത് നമ്മൾ രാഹുലിൻ്റെ ഡയലോഗ് പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതണം. ക്യാ കഹൂ യാർ. എന്ത് പറയാനാ? ആജ് മേരാ തെറാപ്പി കാ ദിൻ ഹേ. ഇന്ന് എൻ്റെ തെറാപ്പിയുടെ ദിവസമാണ്. ഓർ അമ്മിക്ക് പാസ് പൈസ നഹി ഹേ. അതുപോലെ ഉമ്മയുടെ അടുത്ത് പൈസയും ഇല്ല. ക്യാ കറൂ. എന്താണ് ഞാൻ ചെയ്യുക? ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇസ് കഹാനി മേ ആപ്കാ പസന്ദീദ കിർദാർ കോൻ ഹേ. ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം. ആപ്കോ വോ ക്യൂ പസന്ത് ഹേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെട്ടത്? ലിഖിയെ, എഴുതൂ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഇസ് കഹാനി മേ മേരാ പസന്ദീദ കിർദാർ സിനാൻ ഹേ. ഈ ഒരു കഥയിൽ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രം സിനാനാണ്. വോ ബഹുത് അച്ഛാ ലഡ്കാ ഹേ. അവൻ വളരെയധികം നല്ല കുട്ടിയാണ്. വോ ദൂസരോം കി മദദ് കർന പസന്ത് കർത്താ ഹേ. അവൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നു. ഉസേ ദുഃഖ് ഹേ കെ. അവൻക്ക് ദുഃഖമുണ്ട്. എന്തെന്ന് വെച്ചാൽ രാഹുൽ സ്കൂൾ നഹി ആത്ത. രാഹുൽ സ്കൂളിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻക്ക് ദുഃഖമുണ്ട്. വോ ഹമേഷ രാഹുൽ കി മദദ് കർത്താ ഹേ. അവൻ എപ്പോഴും രാഹുലിന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ആപ്കാ ഖജരി ദോസ്ത് കോൻ ഹേ. നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ആരാണ്? അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആരാണ്? ജഗരി ദോസ്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് എന്നാണ് അർത്ഥം. ആപ്പ് ഇസേ ക്യൂ പസന്ത് കർത്തേ ഹേ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരിഷ്ടപ്പെടുന്നത്? ലിഖിയെ, എഴുതൂ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങളുടെ ജഗരി ദോസ്ത് ആരാണ്, അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ അല്ലെങ്കിൽ അവനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതണം. ചുവടെ നൽകിയിട്ടുള്ള ചോദ്യം നോക്കൂ. നീച്ചെ ദിയേ ഗയേ ജുംല പഠിയേ. ചുവടെ നൽകിയിട്ടുള്ള ജുംലകളൊക്കെ വായിക്കൂ. ഓർ മിസാൽ കെ മുതാബക്. എന്നിട്ട് അവിടെ ഉദാഹരണത്തിൽ നൽകിയിട്ടുള്ളതിനനുസരിച്ചിട്ട് ജുംല ബദൽ കർ ലിഖിയേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തെ കോളത്തിലുള്ള എല്ലാ ജുംലകളും രണ്ടാമത്തെ കോളത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? അവിടെ ഉദാഹരണത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ടാമത്തെ കോളത്തിലേക്ക് ആ ഒന്നാമത്തെ കോളത്തിൽ നൽകിയിട്ടുള്ള എല്ലാ ജുംലയും മാറ്റി എഴുതണം. അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുള്ള വർക്ക്. സിനാൻ രാഹുൽ കെ ഘർ ജാത്താ ഹെ. സിനാൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സിനാൻ രാഹുൽ കെ ഘർ ജാ രഹാ ഹെ. സിനാൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അർത്ഥം. ജാ രഹാ ഹെ എന്ന് പറഞ്ഞാൽ പോകുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അർത്ഥം. ജാ രഹാ ഹേ എന്ന് പറഞ്ഞാൽ പോകുകയാണ് എന്നാണ് അർത്ഥം. ഇവിടെ സിനാൻ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജാത്ത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജാ രഹാ എന്നിങ്ങനെ അവസാനം അലിഫാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനാൻ ഒരൊറ്റ കുട്ടി മാത്രമാണ്. അതായത് ഒന്നിലധികം കുട്ടികളെ ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ കുട്ടിയായിട്ടുള്ള സിനാനെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് സ്ഥലത്തും ഹേ എന്നുള്ള വാക്കുപയോഗിച്ചു. അത് ഒറ്റ ഒരാൾ മാത്രമാകുമ്പോഴാണ് നമ്മളിവിടെ ഹേ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ബാക്കി എല്ലാ കോളങ്ങളും പൂരിപ്പിക്കണം. രണ്ടാമത്തേത് നോക്കൂ. രുക്മിണി ടീച്ചർ രാഹുൽ കെ ഘർ ജാത്തി ഹേ. രുക്മിണി ടീച്ചർ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ജാത്തി ഹേ എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അപ്പോൾ രുക്മിണി ടീച്ചർ എന്ന് പറയുന്നത് ഒരു പെണ്ണല്ലേ? പെണ്ണാകുമ്പോൾ നമ്മളിവിടെ ജാത്തി എന്നാണ് ഉപയോഗിച്ചത്. അവിടെ യാ വെച്ചാണ് നമ്മൾ സൂചിപ്പിക്കുക. അവസാനം
യാത്തി ജാതി എന്നുള്ളിടത്ത് യാ വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ രുക്മിണി ടീച്ചർ ഒരൊറ്റ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്തുപയോഗിച്ചു? ഹേ ഉപയോഗിച്ചു. ഏത് ഹേയാണ് ഉപയോഗിച്ചത് നമ്മൾ? ഒരൊറ്റ ഒരാൾ മാത്രം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഹേയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ മുമ്പ് കണ്ട രൂപത്തിലേക്ക് ഈ രുക്മിണി ടീച്ചർ രാഹുൽ കെ ഘർ ജാത്തി ഹേ എന്നുള്ളതിനെ നമ്മൾ മാറ്റി പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി പറയാം. രുക്മിണി ടീച്ചർ രാഹുൽ കെ ഘർ ജാ രഹി ഹേ. രുക്മിണി ടീച്ചർ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇവിടെ രുക്മിണി ടീച്ചർ ഒരു പെണ്ണായതുകൊണ്ട് തന്നെ നേരത്തെ ജാ രഹ എന്നായിരുന്നു, പക്ഷേ ഇത് എന്തായി മാറി? ജാ രഹി എന്നായി മാറി. അവിടെ ഒരു യാ വന്നു അല്ലേ. അതുപോലെ ഒരൊറ്റൊരാൾ മാത്രമായതുകൊണ്ട് നമ്മൾ ഒരാൾ മാത്രമാകുമ്പോൾ ഉപയോഗിക്കുന്ന ഹേ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇനി രണ്ടാമത്തേത് നോക്കൂ. ലഡ്കെ രാഹുൽ കെ ഘർ ജാത്തെ ഹേ. ആൺകുട്ടികൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ലഡ്കെ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ എന്നല്ലേ അർത്ഥം? അപ്പോൾ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജാത്തെ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? ജാത്തെ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഹേ എന്നുള്ളതിന് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഹേ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഹേ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഹേ ആണ്. ഓക്കെ, അതുപോലെ നമുക്കിനി അടുത്ത കോളം പൂരിപ്പിക്കാം. ലഡ്കെ രാഹുൽ കെ ഘർ ജാ രഹേ ഹേ. കുട്ടികൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഇനി അടുത്തത് നോക്കൂ. ലഡ്കിയാം രാഹുൽ കെ ഘർ ജാത്തി ഹേ. പെൺകുട്ടികൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ലഡ്കിയാം എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തുപയോഗിച്ചു? ഹേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഏത് ഹേ ആണ് നമ്മൾ ഉപയോഗിച്ചത്? കൂടുതൽ പേരുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഹേ ആണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തുപയോഗിച്ചു? ജാതി എന്നുപയോഗിച്ചു. അവിടെ ഒരു യാ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ മാറ്റി എഴുതാമല്ലേ. ലഡ്കിയാം രാഹുൽ കെ ഘർ ജാ രഹി ഹേ. പെൺകുട്ടികൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ലഡ്കിയാം എന്നുള്ളത് കുറേ പേരുണ്ട്, അതുപോലെ അതൊരു പെണ്ണിനെയാണ് സൂചിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ജാ രഹി എന്നാക്കിയല്ലേ, യാ കൊടുത്തു. അതുപോലെ കൂടുതൽ പേരുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഹേ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. സ്കൂൾ കലോത്സവത്തിന് ശേഷം സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ പഹുഞ്ച. സിനാൻ വൈകുന്നേരം രാഹുലിൻ്റെ വീട്ടിലെത്തി. സിനാൻ കോ ദേഖ് കർ. സിനാനെ കണ്ടപ്പോൾ രാഹുൽ പൂച്ഛനെ ലഗ. രാഹുൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, അരെ സിനാൻ, ഓ സിനാനെ, ആജ് തും ഖുഷി ദിക്കായി ദേ രഹേ ഹോ. നീ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ കാണപ്പെടുന്നുണ്ടല്ലോ. ക്യാ ബാത് ഹേ. എന്താണുണ്ടായത്? അപ്പോൾ സിനാനെ എന്തോ പറഞ്ഞു അല്ലേ. പിന്നെന്താ നൽകിയിട്ടുള്ളത്? സിനാൻ और രാഹുൽ കി ഗുഫ്തഗു ആകെ ബഡായി. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സിനാനും രാഹുലും തമ്മിലുള്ള സംഭാഷണം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഈ ഒരു ഗുഫ്തഗു പൂരിപ്പിക്കാം അല്ലേ. രാഹുൽ എന്താ സിനാനോട് ചോദിച്ചത്? നീ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ കാണപ്പെടുന്നുണ്ടല്ലോ, എന്താണെന്നുണ്ടായത് എന്നാണ് രാഹുൽ സിനാനോട് ചോദിച്ചത്. അപ്പോൾ സിനാൻ പറയുകയാണ്, സ്കൂൾ മേ ആജ് കലോത്സവ ഥാ. സ്കൂളിൽ ഇന്ന് കലോത്സവമായിരുന്നു. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, മേളമേ ക്യാ ക്യാ പ്രോഗ്രാം ദേ. മേളയിൽ എന്തൊക്കെ പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ സിനാൻ പറയുകയാണ്, മേളയമേ തരഹ് തരഹ് പ്രോഗ്രാം ഹോത്തേ ദേ. മേളയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, മേഫി ആന ചാഹത്താ ഥാ. ഞാനും വരാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സിനാൻ പറയുകയാണ്, മുझे बहुत ദുഃഖ ഹുവ. എനിക്ക് വളരെയധികം ദുഃഖം വന്നു. ക്യോക്കേ എന്തെന്നാൽ മേരെ പാസ് തും നഹീ താ. എൻ്റെ അടുത്ത് നീ ഇല്ലായിരുന്നു. അപ്പോൾ രാഹുൽ പറയുകയാണ്, ഉസ്സേ കോയി ബാത് നഹി. അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട, അതൊന്നും സാരമില്ല. ചലോ അബ് ഹംകോ പഠ്തേ ഹേ. വാ നമുക്കിനി പഠിക്കാം. സിനാൻ പറയുകയാണ്, അപ്പോൾ ടീക്ക് ഹേ, ശരി നമുക്ക് പഠിക്കാം അല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അവർ പഠിക്കാൻ പോവാണ്. ബച്ചോ രാഹുൽ കെ തരഹ്. കുട്ടികളെ, രാഹുലിൻ്റെ പോലെ തന്നെ ഹമാരെ ആസ്പാസ്, നമ്മുടെ ചുറ്റുപാടും
മുഖ്തലിഫ് മുഷ്കിലാത്ത് കാ സാമന കർനെ വാലെ ബച്ചേ ഹെ. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട്. ഉൻകെ ലിയെ അവർക്ക് വേണ്ടിയിട്ട് ഹം ക്യാ ക്യാ മദദ് കർ സക്തേ ഹെ. നമുക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക. അപ്നെ ഖയാലാത്ത് ലിഖിയെ. നിങ്ങളുടെ ചിന്ത എഴുതൂ. അതായത് ഖയാലാത്ത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, ചിന്ത എന്നൊക്കെയാണ് അർത്ഥം. इन्हें खेलों और दीगर सरगर्मियों में शामिल होने की मदद कर सकते हैं. माली मुश्किलात वाले बच्चों को तालीमी अखराजात में मदद कर सकते हैं, पढ़ाई में मदद कर सकते हैं. उनसे दोस्त करके उन्हें ये एहसास दिला करता है कि वो अकेले नहीं है. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ഇനെ ഖേലോം और दीगर सरगर्मियों में शामिल होने की मदद कर सकते हैं. ഖേലോം എന്ന് പറഞ്ഞാൽ കളികൾ എന്നാണ് അർത്ഥം. ദേഗർ സർഗർമിയാം എന്ന് പറഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങൾ എന്നാണ് അർത്ഥം. ഷാമിൽ എന്ന് പറഞ്ഞാൽ ഇടപെടുക അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒന്ന് അർത്ഥം പറഞ്ഞാലോ. ഇനെ ഖേലോം और दीगर सरगर्मियों में ഇവരെ കളിക്കുന്നതിലും അതുപോലെ മറ്റു പല പ്രവർത്തനങ്ങളിലും ഷാമിൽ ഹോനേക്ക് ചേരാൻ വേണ്ടിയിട്ട് മദദ് കർ സക്തേ ഹെ. നമുക്ക് അവരെ സഹായിക്കാവുന്നതാണ്. മാലി മുഷ്കിലാത്ത് വാലെ ബച്ചോं को तालीमी अखराजात में मदद कर सकते हैं. മാലി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അർത്ഥം. മുഷ്കിലാത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ മാലി മുഷ്കിലാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നാണ് അർത്ഥം. വാലെ ബച്ചോങ്കു അത്തരം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് തഅലമി ഇഖ്റാജാത്ത്. തഅലമി എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ് അർത്ഥം. ഇഖ്റാജാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ തഅലമി ഇഖ്റാജാത്ത് എന്ന് പറഞ്ഞാൽ പഠനത്തിനാവശ്യമുള്ള സാമഗ്രികൾ എന്നാണ് അർത്ഥം. ഓക്കെ, മാലി മുഷ്കിലാത്ത് വാലെ ബച്ചോं को तालीमी अखराजात में मदद कर सकते हैं. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാവുന്നതാണ്. പഠായി മേ പഠിത്തത്തിൽ മദദ് കർ സക്തേ ഹെ സഹായിക്കാവുന്നതാണ്. इनसे दोस्ती करके इन्हें ये एहसास दिला करता है कि वो अकेले नहीं है. അവരോടൊപ്പം കൂട്ടുകൂടിയിട്ട് അവർക്ക് അവർ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉളവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി അർത്ഥം പറയാം. ഇൻസെ അവരോട്, ദോസ്തി കർക്കെ സൗഹൃദം കൂടിയിട്ട്, ഇനെ എഹസാസ് ദിലാക്കർത്താ ഹെ അവർക്ക് ഇത് അതായത് ഇത് തോന്നിപ്പിക്കാവുന്നതാണ്. എഹസാസ് എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കാവുന്നതാണ്. കെ എന്തെന്നാൽ വോ അക്കേലെ നഹി ഹെ അവർ ഒറ്റയ്ക്കല്ല എന്ന്. അക്കേലെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് അർത്ഥം. ബച്ചോ കഹാനി കോ ആകെ ബഡായിയെ. കുട്ടികളെ ഈ ഒരു കഥയെ നിങ്ങൾ പൂർത്തിയാക്കൂ. ക്ലാസ് കെ തമാം ബച്ചെ ടീച്ചർ കെ സാത്ത് രാഹുൽ കെ ഘർ പഹുഞ്ചെ. ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും ടീച്ചറിൻ്റെ കൂടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. ബച്ചോं को देखकर രാഹുൽ കാ ചെഹ്റ ഖിൽ ഉഡാ. കുട്ടികളെ കണ്ടപ്പോൾ രാഹുലിൻ്റെ മുഖം വിടർന്നു. ഇനി നമ്മൾ ഈ ഒരു കഥ മുഴുവനായിട്ട് പൂരിപ്പിക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. क्लास के तमाम बच्चे टीचर के साथ രാഹുൽ के घर पहुँचे. ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും ടീച്ചറിൻ്റെ കൂടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തി. ബച്ചോं को देखकर കുട്ടികളെ കണ്ടിട്ട് രാഹുൽ കാ ചെഹ്റ ഖിൽ ഉഡാ രാഹുലിൻ്റെ മുഖം വിടർന്നു. और उसने खुशी से सबका इस्तकबाल किया. എന്നിട്ട് അവൻ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം, ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, ക്ഷണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സബ് ബച്ചെ എല്ലാ കുട്ടികളും, സബ് എന്ന് പറഞ്ഞാൽ എല്ലാ. അപ്പോൾ സബ് ബച്ചെ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും. ഉസ്കെ കമരേമേ ബൈഠ് ഗയേ എല്ലാ കുട്ടികളും അവൻ്റെ റൂമിൽ ഇരുന്നു. ഓർ ടീച്ചറിനെ കഹ എന്നിട്ട് ടീച്ചർ പറഞ്ഞു. കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബച്ചോ കുട്ടികളെ, ആജ് ഹം സബ് രാഹുൽ സെ മിൽനെ ആയേ ഹെ ഇന്ന് നമ്മളെല്ലാവരും രാഹുലിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. താക്കേ അതുകൊണ്ട് തന്നെ ഹം സബ് നമ്മളെല്ലാവരും ഇസ്കെ സാത്ത് വക്ത് ഗുസർ സകേ ഇവനോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കുന്നതാണ്. ഗുസർ സകേ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്നാണ് അർത്ഥം. അവർ ഉസേ ദിക്കാ സഖേങ്കെ എന്നിട്ട് അവന് കാണിച്ചു കൊടുക്കും. എന്താ കാണിച്ചു കൊടുക്കുക? ഹം സബ് ഇസ്കെ ദോസ്ത് ഹേ നമ്മളെല്ലാവരും അവൻ്റെ സുഹൃത്താണെന്ന് നമ്മൾ അവനക്ക് കാണിച്ചു കൊടുക്കും. രാഹുലിനെ സബ്കാ ശുക്രിയ അദാക്കിയ രാഹുൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. और
ഫിർ സബ് നെ മിൽക്കർ ഖേൽ ഖേലെ, എന്നിട്ട് എല്ലാവരും കൂടി കളിച്ചു. കഹാനിയാം സുനായി, എന്നിട്ട് കഥകളെല്ലാം പറഞ്ഞു. അവർ ഹൻസി, എന്നിട്ട് ചിരിച്ചു. മസാക്കിയ, എന്നിട്ട് തമാശകളൊക്കെ പറഞ്ഞു. ഉസ് ദിൻ, ആ ഒരു ദിവസം രാഹുലിനെ മെഹസൂസ് കിയ, രാഹുലിന് അനുഭവപ്പെട്ടു. എന്തെന്നാൽ ഇസ്കെ പാസ്, അവൻ്റെ കൂടെ കിത്തിനെ അച്ഛേ ദോസ്ത് ഹേ, എത്ര നല്ല കുട്ടികളാണ് അല്ലെങ്കിൽ എത്ര നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത് എന്ന്. ജോ ഉസ്കി പരവാഹ് കർത്തേ ഹേ, അവരവനെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലുള്ള വർക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.